ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. നമ്മൾ തുടങ്ങി വെച്ച കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ പാർട്ട് 9 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ബേസിക് ഇലക്ട്രോണിക്സ് എന്നുള്ള 5-ാമത്തെയോ 6-ാമത്തെയോ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പരീക്ഷ വരുന്നത് 2025 ജനുവരി 30-നാണ്. നിലവിൽ 8ഓളം പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിലുണ്ട്. വേണമെങ്കിൽ ഞാനിത് കമൻറ്റിലും അതേപോലെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും ഞാനിത് പിൻ ചെയ്ത് വെക്കാം. ഏത് രീതിയിൽ പഠിക്കണമെന്നും അതേപോലെ ഡൗൺലോഡ് ചെയ്യേണ്ട സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 2 പ്ലേലിസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ക്ലാസ്സസ് അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു 43-44 വീഡിയോസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തിയറിയും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് കൂടി നോക്കാം കേട്ടോ. ഏകദേശം ഒരു 200 ചോദ്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ITI ഓവർസിയർ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. ദെൻ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് വീഡിയോ റെഫർ ചെയ്യാം? യെസ്, ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ കണ്ടോ, പാർട്ട് 11-ൻ്റെ അകത്ത് ഇല്ലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം കേട്ടോ. എല്ലാ വീഡിയോസും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്, പക്ഷേ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കാണുക. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ മുതൽ കാണാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. യൂസ്ഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മൊഡ്യൂൾ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇതിൽ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ കണ്ടൻ്റായിട്ട് വരുന്നത്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒരു പവർ ഇലക്ട്രോണിക്സ് ലെവലിൽ പോകണ്ട. എന്നിരുന്നാലും ഒരു കുറച്ചൊരു ഡീറ്റെയിലിംഗ് വരുന്നത് ഇതാണ്. UJT, SCR, റെഗുലേറ്റഡ് IC, സെനർ ഡയോഡ്, അതിൻ്റെ യൂസ് ആൻഡ് ആപ്ലിക്കേഷൻ, IC വോൾട്ടേജ് റെഗുലേറ്റർ കണ്ടോ, JFET, ലോ, ഇത്രയും വരെയാണ്. കുറച്ചൊരു ടഫ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. സെമി കണ്ടക്ടർ, അറ്റോമിക് സ്ട്രക്ചർ, P and N ടൈപ്പ്, അതിലെ മെജോറിറ്റി ഏതാണ്, മൈനോറിറ്റി ഏതാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ കട്ടിൻ വോൾട്ടേജ് ചോദിക്കാറുണ്ട്. ദെൻ എനർജി ചോദിക്കാറുണ്ട്. ഹീറ്റ് സിങ്ക് സ്പെസിഫിക്കേഷൻ, PIV ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ദെൻ ഹാഫ് വേവിൻ്റെ ഫുൾ വേവിൻ്റെ ഒക്കെ കേസിലുള്ള റിപ്പിൾ ഫാക്ടർ, പീക്ക് ഫാക്ടർ പോലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ കുറച്ചൊന്ന് ടഫ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും. അതേപോലെ ലോജിക് ഗേറ്റ് ഒക്കെ വളരെ സിമ്പിളാണ്. ലോജിക് ഗേറ്റും ആൻഡ് ഗേറ്റ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ കൂടിയാണ്. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ വയർമാൻ്റെ ടെക്സ്റ്റിൽ ഈ ഒരു കണ്ടൻറ്റ് കണ്ടിട്ടില്ല. നിങ്ങൾ അഥവാ കാണുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വയർമാൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നമ്പർ ഏതാണെന്നും അതേപോലെ പേജ് നമ്പർ ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൊഡ്യൂൾ 7 എടുക്കുക. ഓക്കെ, ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് ഇയർ, അതിൽ മൊഡ്യൂൾ 7 ഇലക്ട്രോണിക് പ്രാക്ടീസ് ഉണ്ട്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടി വരിക ഈ പറയുന്ന 132 പേജ് മുതൽ സെമി കണ്ടക്ടർ തിയറി, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻറ്റ്, PN ജംഗ്ഷൻ അല്ലേ, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഈ ഏരിയ ആണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ UJT ഉണ്ട്. ദെൻ SCR ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് കണ്ടോ, ബൈനറി നമ്പേഴ്സ്, ICs നമുക്ക് വരുന്നുണ്ട് അല്ലേ. പിന്നെ ബൈനറി നമ്പർ, ലോജിക് ഗേറ്റ്, കോമ്പിനേഷൻ സർക്യൂട്ട്, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ ആകെ പറയുന്നത് ആൻഡ് ഗേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഗേറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് ലോജിക് ഗേറ്റ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ. അപ്പം ആൻഡ്, ഓർ, നോട്ട് നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ആൻഡിൻ്റെ ലോജിക് ഗേറ്റ് കണ്ടാൽ മനസ്സിലാവണം. അതേപോലെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾ മാത്രം നന്നായിട്ട് നോക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ലോജിക് ഗേറ്റിൻ്റെയും കൂടി ട്രൂത്ത് ടേബിളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ മാറി വന്നാലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ട ഏരിയ. ടെക്സ്റ്റ് ബുക്ക് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
യെസ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ്റെ ITI ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. സെക്കൻഡ് ഇയറിലെ PDF ആണ്. സെക്കൻഡ് ഇയർ വരുന്ന PDF ആണ്. ടോട്ടൽ 297 പേജസ് വരുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾ എടുക്കേണ്ടത് 2.7.153 പേജ് നമ്പർ നോക്കുകയാണെങ്കിൽ 132 കേട്ടോ. 132 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ N ടൈപ്പും P ടൈപ്പും ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രൻസിക്കിൻ്റെ കേസിൽ ഡോപ്പിംഗ് ഇല്ല. നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നതാണ് ഡോപ്പിംഗ്. ഡോപ്പിങ്ങിൽ N ടൈപ്പും P ടൈപ്പും വരും. അതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അതൊന്ന് മിക്കവാറും തവണ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിലെ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്, മൈനോറിറ്റി ഏതാണ്, ഏത് ആറ്റം വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്, അത്തരം ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. ദെൻ ഡിപ്ലീഷൻ ലെയർ ചോദിക്കും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പേജ് നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങളത് ചെയ്യുക, കൃത്യമായിട്ട് റഫർ ചെയ്ത് നോട്ട് തയ്യാറാക്കുക. നമുക്കതിൻ്റെ ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആൻ ഐഡിയൽ ഡയോഡ് വെൻ ഫോർവേഡ് ബയാസ്ഡ് ഈസ്. ഒരു ഐഡിയൽ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 0.7 ഉണ്ട്. അപ്പോൾ മിക്കവാറും ഉദ്യോഗാർത്ഥികൾ 0.7 കൊണ്ടുപോയിട്ട് കുത്താൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അത് സിലിക്കൺ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് അല്ലേ. സിലിക്കൺ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് 0.7 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണ് ചെയ്യുക? ഓപ്ഷനിലേക്ക് കൊടുക്കും. കാരണം 0.7, 0.3, 1.1 നൺ ഓഫ് ദി എബോവ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചോദിച്ച ചോദ്യം വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആൻ ഐഡിയൽ ഡയോഡ്. കണ്ടോ, ഐഡിയൽ ഡയോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല അല്ലേ. ഐഡിയൽ ഡയോഡിൻ്റെ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആൻസർ 0 വോൾട്ട് എന്നുള്ളതാണ്. 0 വോൾട്ടേജ് ഡ്രോപ്പ് എന്നുള്ളതാണ്. അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെച്ചോ, സിലിക്കൺ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ് 0.7 വോൾട്ട്. ജെർമേനിയം ഡയോഡിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്, കട്ടിൻ വോൾട്ടേജ് ആണ് 0.3 വോൾട്ട് കേട്ടോ, എന്നറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ്, ഇൻ എ DC പവർ സപ്ലൈ എ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് യൂസ്ഡ് ടു. ഒരു DC പവർ സപ്ലൈയിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കീപ് ദി ഔട്ട്പുട്ട് DC വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ ഏത് സാഹചര്യത്തിൽ? വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്ന സാഹചര്യത്തിലും ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ. യെസ്, അത് കറക്റ്റാണ്. നെക്സ്റ്റ്, കീപ് ദി ഔട്ട്പുട്ട് DC വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേരിയേഷൻ ഇൻ ലോഡ് കറണ്ട്. അതും കറക്റ്റാണ്. ഇപ്പം നമുക്കിപ്പോൾ വേരിയിങ് ലോഡാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ആദ്യത്തെ കേസിൽ അതൊരു 10 ആമ്പിയർ വലിക്കുന്നു, പെട്ടെന്ന് അത് ലോഡ് കൂട്ടുന്നു. ഓക്കെ, അങ്ങനെ ലോഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കേസിലും എന്തായിരിക്കണം? അതിൻ്റെ വോൾട്ടേജ് DC വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കണം. അത് ലോഡിനെയോ സപ്ലൈയോ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, വേരിയേഷൻ്റെ അനുസരിച്ചിട്ട് മാറാൻ വേണ്ടി പാടില്ല. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണല്ലേ. എയും ബിയും കറക്റ്റ് ആകുമ്പോൾ ബോത്ത് A and B എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് പോയാലോ. വാട്ട് ഹാപ്പൻസ് വെൻ എ സെനർ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. ഒരു സെനർ ഡയോഡിനെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് സെനർ ഡയോഡ് അല്ലേ. യെസ്, അതായത് നോർമൽ ഡയോഡ് ആണെങ്കിൽ, നോർമൽ സിഗ്നൽ ഡയോഡ് ആണെങ്കിൽ അത് ഫോർവേഡ് ബയാസിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ സെനർ ഡയോഡിൻ്റെ കേസിലോ നമുക്കറിയാം വോൾട്ടേജ് റെഗുലേറ്റർ IC ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സെനർ ഡയോഡിൻ്റെ കേസിൽ അത് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് വർക്ക് ചെയ്യുക. റിവേഴ്സ് ബയാസിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുക. ഫോർവേഡ് ബയാസിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ നോർമൽ ഡയോഡ് കേട്ടോ. ഒരു നോർമൽ ഡയോഡ് പോലെയാണത് അത് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഒക്കർ ഇല്ല. സെനർ ബ്രേക്ക് ഡൗൺ ഒക്കർ ഇല്ല. ഇറ്റ് ബ്ലോക്സ് ദി ഫ്ലോ ഓഫ് കറണ്ട് അല്ല. ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുമോ? ഇല്ല. അത് ഒരു നോർമൽ ഡയോഡ് പോലെ, ഒരു നോർമൽ ഡയോഡിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസോട് കൂടിയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുക. സോ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇതിപ്പം പുതുതായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ. സാധാരണ രീതിയിൽ പണ്ട് കാലത്തൊക്കെ ഈ നൺ ഓഫ് ദി എബോവ് ഓപ്ഷൻ ഒരിക്കലും ശരിയാവാറില്ല കേരള PSCയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അവരെപ്പോഴാണ് നൺ ഓഫ് ദി എബോവ് ഉപയോഗിക്കാറെന്ന് അറിയോ? ഇപ്പോൾ അവർക്ക് ഓപ്ഷൻ കൊടുക്കണം. A ഓപ്ഷൻ കൊടുത്തു, B ഓപ്ഷൻ കൊടുത്തു, C ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഓപ്ഷൻ തീർന്നു പോയി കഴിഞ്ഞാൽ കേട്ടോ, വേറെ ഒന്നും കൊടുക്കാനില്ല, എനിക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നൺ ഓഫ് ദി എബോവ് എന്ത് ചെയ്യും? D കൊടുക്കും. അപ്പോൾ ആ നൺ ഓഫ് ദി എബോവ് ആൻസറായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട്, കുറച്ചും കൂടി ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്
നൺ ഓഫ് ദി എബോവ് ആൻസേഴ്സ് ഇപ്പോൾ വരാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നൺ ഓഫ് ദി എബോവ് ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും ട്രിക്നെസ് ഉണ്ടോ ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. സോ ഇവിടുത്തെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദി ഔട്ട്പുട്ട് ഓഫ് എൻ ആൻഡ് ഗേറ്റ് ഈസ് ഹൈ വെൻ. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ച് നോക്കിയാലോ. എങ്ങനെയാണ് എൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? ഇതാണല്ലേ ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ടുള്ള ഒരു ആൻഡ് ഗേറ്റാണ് ഞാൻ വരച്ചത്. വേണം 3 ഇൻപുട്ടും ഉണ്ടാവാം. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 1 ആവുക? 2 ഇൻപുട്ടും 1 ആവുമ്പോൾ മാത്രമാണ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവുക. പിന്നെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ച് നോക്കിയാലോ അല്ലേ. ഇപ്പം എക്സും വൈയും ആണ് അതിൻ്റെ ഇൻപുട്ട് എന്ന് വിചാരിച്ചു കേട്ടോ. എക്സും വൈയും ആണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇനിയിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ നമുക്ക് കോമ്പിനേഷൻസ് ചെയ്താലോ. 0 0 0 1 1 0 1 1 ഇങ്ങനെ 4 കോമ്പിനേഷൻസ് അല്ലേ നമുക്ക് 2 ഇൻപുട്ട് ആണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആൻഡിൻ്റെ കേസിൽ രണ്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുകയുള്ളൂ. 1 0 വന്നാലോ 0, 0യും 1ഉം വന്നാലോ 0, 0യും 0യും വന്നാലോ 0. അപ്പോൾ ദി ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻഡ് ഗേറ്റ് ഈസ് ഹൈ വെൻ ഓൾ ഇൻപുട്ട്സ് ആർ ഹൈ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഓർ ഗേറ്റ് കൂടി പറഞ്ഞുതരാം. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഇതാണ് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ. ഇവിടെ ഒരു കർവ് സിമ്പിൾ. ഓർ എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും 1 1 ആയാൽ മതി. ഓക്കെ, ഏതെങ്കിലും 1 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് 1 ആവും. നമുക്കതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയാലോ. 0യും 0യും വന്നു കഴിഞ്ഞാൽ 0 തന്നെ അല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, ഏതെങ്കിലും 1 1 ആവണ്ടേ, അത് ആയിട്ടില്ല. ഇനി 0യും 1ഉം ആണെങ്കിലോ 1, 1ഉം 0 ആണെങ്കിലോ 1, 1ഉം 1ഉം ആണെങ്കിലോ 1ഉം 1ഉം ആണെങ്കിലും എന്താണ്? 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഓർ ഗേറ്റിൻ്റെ കേസിൽ ഏതെങ്കിലും 1 1 ആയാൽ മതി, ഔട്ട്പുട്ട് 1 ആവും. ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ രണ്ടും 1 ആവണം അല്ലേ. എയും ബിയും 1 ആയാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡോപ്പിംഗ് സിലിക്കൺ വിത്ത് ആഴ്സനിക്. അപ്പോൾ ആഴ്സനിക് ഏത് ടൈപ്പ് ഓഫ് ഡോപ്പൻ്റ് ആണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം പി ടൈപ്പ് ഡോപ്പൻ്റും ഉണ്ട്, എൻ ടൈപ്പ് ഡോപ്പൻ്റും ഉണ്ട്. ഓക്കെ, പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്. പിയിൽ വരുന്നത് ഇതൊക്കെയാണ്. അതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഞാൻ സാധാരണ എടുക്കുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് ബിഗ് അലൂമിനിയം എന്നുള്ളതാണ് പി ടൈപ്പ് ഡോപ്പൻസ്. എൻ ടൈപ്പ് കണ്ടോ, ഇവിടെ എൻ ഉണ്ടല്ലോ. അപ്പോൾ എന്നിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ എഴുതുന്ന എക്സാമ്പിൾ പി ആണ് കേട്ടോ. എന്നിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ എഴുതുന്ന എക്സാമ്പിൾ പി ആണ്. അത് ഫോസ്ഫറസ് ആണ്. പിന്നെ ആൻറ്റിമണി, ആഴ്സനിക് അതൊക്കെ എന്താണ്? എൻ ടൈപ്പാണ് കേട്ടോ. എൻ ടൈപ്പാണ് ആഴ്സനിക്. ഓക്കെ, ഇനി ബിഗ് അലൂമിനിയം എന്ന് പറയുമ്പം ബേരിയം, ഇൻഡിയം, ഗാലിയം കേട്ടോ. ബേരിയം അല്ല, സോറി, ബോറോൺ, ഇൻഡിയം, ഗാലിയം, പിന്നെ അലൂമിനിയം. ബിഗ് അലൂമിനിയം എന്ന് പഠിച്ചാൽ മതി കേട്ടോ. പി ടൈപ്പ് ബിഗ് അലൂമിനിയം. എൻ ടൈപ്പിൻ്റെ അകത്ത് ഒരു പി ഉണ്ട്, അത് ഫോസ്ഫറസ് ആണ്. പിന്നെ ആൻറ്റിമണി, ആഴ്സനിക്. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ? ആഴ്സനിക് അല്ലേ ചോദിച്ചേ. അപ്പോൾ എൻ ടൈപ്പ് കേട്ടോ. എൻ ടൈപ്പ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദി കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി കേട്ടോ. ഡോണർ ഇമ്പ്യൂരിറ്റി എപ്പോഴാണ് ആവുക? നമുക്കറിയാം ഡോണർ ഇമ്പ്യൂരിറ്റിയും ഉണ്ട്, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഡോണർ ഇമ്പ്യൂരിറ്റിയും ഉണ്ട്, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയും ഉണ്ട്. ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ള കഴിവ്. ഓക്കെ, ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഏതിനെ? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാവണ്ടേ? യെസ്, കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാവണമെങ്കിൽ അത് 5 ഇലക്ട്രോണിൻ്റെ കേസായിരിക്കണം അല്ലേ. ആക്സെപ്റ്ററിൻ്റെ കേസ് എന്താ? ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയാണ്. ഇലക്ട്രോൺസ് കുറവാണ് അല്ലേ. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോൺ കുറവാവണ്ടേ. അപ്പം 3 ഇലക്ട്രോൺസിൻ്റെ കേസാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി. ഡോണറിൻ്റെ കേസിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാവണം, അപ്പോൾ 5 ഇലക്ട്രോൺ ആവണം കേട്ടോ. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനിയിപ്പോൾ ചോദിച്ചത് എന്താ? ആക്സെപ്റ്റർ ആണ് ചോദിച്ചെങ്കിലോ, ആക്സെപ്റ്ററിൻ്റെ കേസിൽ 3 ഇലക്ട്രോൺ കേട്ടോ.
അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം എങ്ങനെ തിരിച്ചും മറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് തമ്മിൽ കൺഫ്യൂഷൻ ആവും. നിങ്ങളിങ്ങനെ ഡോണർ എന്ന് പഠിക്കും, ആക്സെപ്റ്റർ എന്ന് പഠിക്കും, 3 എന്ന് പഠിക്കും, 5 എന്ന് പഠിക്കും, പി എന്ന് പഠിക്കും, എൻ എന്ന് പഠിക്കും അല്ലേ. എന്നിട്ട് എക്സാം ഹാളിൽ ഒരു ചോദ്യം വരുമ്പോഴേക്കും നിങ്ങൾ അവിടെ ഇരുന്ന് വേർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ്, ഇൻ ദി ഫോളോയിങ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ മെറ്റൽ ആൻഡ് സെമി കണ്ടക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഷോർട്ട് കീ ഡയോഡാണ്. ദി ഫോളോയിങ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ മെറ്റൽ സെമി കണ്ടക്ടർ. ഷോർട്ട് കീ ഡയോഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഡോപ്ഡ് സെമി കണ്ടക്ടർ ആൻഡ് എ മെറ്റൽ. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഷോർട്ട് കീ ഡയോഡ് ഈസ് എ ഡോപ്ഡ് സെമി കണ്ടക്ടർ ആൻഡ് എ മെറ്റൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫാസ്റ്റ് സ്വിച്ചിങ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഷോർട്ട് കീ ഡയോഡ് അഥവാ ഇല്ലെങ്കിലും ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ദി റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഈസ് എ മെഷർ ഓഫ്. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഏതിൻ്റെ ഒരു അളവാണ്? ഫിൽട്ടർ എഫിഷ്യൻസി, ഡയോഡ് റേറ്റിംഗ്, പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട്, വോൾട്ടേജ് റെഗുലേഷൻ. ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസിയാണ് കേട്ടോ. എത്രത്തോളം റിപ്പിൾസ് അതിനകത്ത് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഔട്ട്പുട്ട് വേവ് ഫോമിൽ ഫിൽട്ടർ ചെയ്തതിനൊക്കെ ശേഷം അതിനകത്ത് AC കണ്ടൻറ്റ് ഉണ്ടാവുമല്ലേ. ഇപ്പം DC ഔട്ട്പുട്ട് ആണ് എങ്കിലും ചിലപ്പോൾ certain amount of AC കണ്ടൻറ്റ് ഉണ്ടാവും. റെക്ടിഫിക്കേഷൻ ഒന്നും അത്ര പ്രോപ്പർ അല്ലെങ്കിൽ ഫിൽറ്ററിങ് ഒന്നും അത്ര പ്രോപ്പർ അല്ലെങ്കിൽ ഒരു certain amount of AC കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് റിപ്പിൾ ഫാക്ടർ. അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഇൻ എ നോർമൽ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് പ്രോപ്പർ ബയാസിങ് ഈസ്. ഓക്കെ, നമുക്കറിയാം എമിറ്റർ, ബേസ്, കളക്ടർ. ഒരു നോർമൽ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നമ്മൾ സാധാരണയായിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് ചെയ്യും. കളക്ടർ ബേസ് ആണെങ്കിലോ അത് റിവേഴ്സ് ബയാസ് ചെയ്യും. എമിറ്റർ ബേസ് ഫോർവേഡ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. രണ്ടും ഫോർവേഡ് അല്ല, ഇത് റിവേഴ്സ്. ഓക്കെ, രണ്ടും ഫോർവേഡ് അല്ല, റിവേഴ്സ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. ദെൻ വിച്ച് എലമെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. നമ്മൾ പഠിക്കുന്ന സിലിക്കൺ കണ്ടോ. സിലിക്കൺ കണ്ടു കഴിഞ്ഞാൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ബാക്കിയെല്ലാം എന്താ? മെറ്റൽസ് അല്ലേ. അതായത് ഇൻസുലേറ്ററുമാണ് അല്ലേ. യെസ്. ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി ഡയോഡ്. ഡയോഡിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലെറ്റ് കറണ്ട് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. കറക്റ്റാണ്. അത് യൂണി ഡയറക്ഷൻ ഡിവൈസ് ആണല്ലേ. യെസ്. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുമോ? ഇല്ല. മോസ്റ്റ് കറണ്ട് ഫ്ലോ. അപ്പോൾ ഇതൊന്നും നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി NPN ട്രാൻസിസ്റ്റർ ആർ പ്രിഫേർഡ് ടു PNP ട്രാൻസിസ്റ്റർ ഫോർ ഈസി യൂസ് ഇൻ പോസിറ്റീവ് സപ്ലൈ, ഹയർ സ്വിച്ചിങ് സ്പീഡ്, വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? യെസ്, ഹയർ സ്വിച്ചിങ് സ്പീഡ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. കാരണം നമുക്ക് NPN ഉണ്ട്, PNP ഉണ്ട്. ഓക്കെ, PNP ഉണ്ട്. എന്താണ് NPN PNP എന്നൊക്കെ പറയുന്നത്? എന്താ? ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ബൈ ജംഗ്ഷൻ ഡയോഡാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു N റീജിയൺ, ഒരു P റീജിയൺ, ഒരു N റീജിയൺ അല്ലേ. യെസ്, ഇതുപോലെയും വെക്കാം, അല്ലെങ്കിൽ PNP എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, PNP എന്നുള്ള രീതിയിലും വെക്കാൻ വേണ്ടി പറ്റും. PNP എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, NPN ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ എങ്കിൽ ഇവിടെ N റീജിയൺ അല്ലേ കൂടുതൽ. അപ്പോൾ Nനെ നമ്മളെപ്പോഴും ഇലക്ട്രോണുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഒരു NPN ട്രാൻസിസ്റ്ററിലെ മെജോറിറ്റി ആരാണ്? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഒരു PNPയിലോ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്തുകൊണ്ടാണ് ഒരു NPN നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഹയർ സ്വിച്ചിങ് സ്പീഡ്. കാരണം ഇലക്ട്രോൺസിന് ഹോൾസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഹാവ് ഹൈ മൊബിലിറ്റി ദാൻ ഹോൾസ്. അതുകൊണ്ട് തന്നെ ഏത് കേസിലാണോ ഇലക്ട്രോൺസ് കൂടുതലുള്ളത് അവിടെയായിരിക്കും കൂടുതലായിട്ടുള്ള സ്വിച്ചിങ് സ്പീഡ് ഉണ്ടാവുക. അപ്പോൾ ഏതിലാണ് കൂടുതലായിട്ട് ഇലക്ട്രോൺസ് ഉള്ളത്? അത് നമ്മുടെ NPNലാണ്. സോ ഹയർ സ്വിച്ചിങ് സ്പീഡ്. ഈ നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ ട്രാൻസിസ്റ്റർ. എത്ര ഡിപ്ലീഷൻ ലെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ജംഗ്ഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 എണ്ണം അല്ലേ? 2 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്, ദി ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ് ഈസ്. ഓക്കെ, ഇംപിഡൻസ് മാച്ചിങ് എന്താണെന്ന് നമുക്ക് അറിയണം. നമുക്ക് അറിയേണ്ട കാര്യം, ഈ ട്രാൻസിസ്റ്റർ നമുക്ക് 3 രീതിയിൽ കോൺഫിഗർ ചെയ്യാം. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ,
കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. നമ്മൾ സാധാരണ കോമൺ കളക്ടറിനെയാണ് വോൾട്ടേജ് ഫോളോവർ, എമിറ്റർ ഫോളോവർ എന്നൊക്കെ പറയാം കേട്ടോ. കോമൺ കളക്ടറാണ് വോൾട്ടേജ് ഫോളോവർ. ഇവിടെ കളക്ടർ ആയിരിക്കും കോമൺ, ഇൻപുട്ടിലായിരിക്കും ഉണ്ടാവുക, എമിറ്റർ ആയിരിക്കും ഉണ്ടാവുക. സോ എന്താണോ എമിറ്ററിലുള്ളത് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതുകൊണ്ടാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയാം. ഈ കോമൺ കളക്ടറിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷനാണ് ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. സോ കോമൺ കളക്ടർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. യെസ്, ഓപ്ഷൻ സി. കോമൺ എമിറ്റർ ആണ് നമ്മൾ സാധാരണ ആംപ്ലിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഓർത്ത് വെക്കുക. ഇൻ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഡിപ്ലീഷൻ റീജിയൻ കണ്ടെയ്ൻഡ്, ഡിപ്ലീഷൻ ലെയറിൽ എന്താ ഉണ്ടാവുക? ഇമ്മൊബൈൽ അയോൺസ് കേട്ടോ. മൊബിലിറ്റി ഇല്ലാത്ത ഈ ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ റീകമ്പൈൻ ചെയ്തിട്ടുള്ള ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? യെസ്, പി എൻ ജംഗ്ഷൻ്റെ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാവുക. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് സെൻറ്റർ ടാപ്പഡ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ടാപ്പഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 VM ആണ്. VM ആണ് നമ്മുടെ മാക്സിമം വോൾട്ടേജ് എങ്കിൽ 2 VM വോൾട്ടേജ് ഉണ്ടാവും ഓരോ ഡയോഡിന് അക്രോസുമായിട്ട്. എപ്പോൾ? പീക്ക് ഇൻവേഴ്സ് ടൈമിൽ കേട്ടോ, സെൻറ്റർ ടാപ്പഡ് ഫുൾ വേവിൻ്റെ കേസിൽ. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. VM ആയിരിക്കും നമ്മുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ VM ആയിരിക്കും. സെൻറ്റർ ടാപ്പ് ഫുള്ളിൻ്റെ കേസിൽ, സെൻറ്റർ ടാപ്പ് ഫുൾ വേവിൻ്റെ കേസിൽ, ഫുൾ വേവ് നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റർ ടാപ്പായിട്ടും ചെയ്യാം, അതേപോലെ ബ്രിഡ്ജ് ടൈപ്പായിട്ടും ചെയ്യാം അല്ലേ? ബ്രിഡ്ജ് ടൈപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്. ബ്രിഡ്ജ് ടൈപ്പിൽ VM തന്നെയായിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പക്ഷേ സെൻറ്റർ ടാപ്പിൻ്റെ കേസിൽ 2 VM ആയിരിക്കും കേട്ടോ. 2 VM ആയിരിക്കും. ഇത് ചോദിക്കാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. വെൻ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച് ഇറ്റ്സ് റീജിയൺ ഓഫ് ഓപ്പറേഷൻ ഈസ്, നമ്മൾ സാധാരണ ആക്റ്റീവ് റീജിയണിൽ യൂസ് ചെയ്യിക്കാതെ ആംപ്ലിഫയർ ആയിട്ടും ഓസിലേറ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് റീജിയണിൽ. ഓക്കെ. കട്ട് ഓഫ് റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് ആവും. സാച്ചുറേഷൻ റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഓൺ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഒരു സ്വിച്ചിൻ്റെ ഓൺ ഓഫ് ഓപ്പറേഷനിൽ നമുക്ക് ഈ 2 റീജിയണും ആവശ്യമായിട്ട് വരും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബോത്ത് ബി ആൻഡ് സി. ട്രാൻസിസ്റ്ററിനെ നമ്മൾ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ കട്ട് ഓഫ് റീജിയണിലും അതേപോലെ സാച്ചുറേഷൻ റീജിയണിലും ആയിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്. ഇനി 85, ദി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ സെമി കണ്ടക്ടർ ഈസ്, അതായത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിന് ജമ്പ് ചെയ്യണമെങ്കിൽ എത്രത്തോളം എനർജി ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആയിട്ട് നമ്മൾ പറയുക. ഓക്കെ. അത് സിലിക്കൺ ജെർമേനിയം, സിലിക്കണിൻ്റെ കേസിൽ ആക്ച്വലി അത് 1.12 ഇലക്ട്രോൺ വോൾട്ടാണ്. ജെർമേനിയത്തിൻ്റെ കേസിൽ 0.72 ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ഇവിടെ 1.12 വരും, 1.21 ഉള്ളൂ അല്ലേ? കറക്റ്റ് ആൻസർ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. ഇത് ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സിലിക്കണിൻ്റെ കേസിൽ 1.12 ഇലക്ട്രോൺ വോൾട്ടാണ്. ജെർമേനിയത്തിൻ്റെ കേസിൽ അത് 0.72 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ. ബാക്കിയുള്ള വാല്യൂസൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. നെക്സ്റ്റ്, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ്, അത് 40.6 ആണ്. ഫുൾ വേവ് ആവുന്ന സമയത്ത് അത് 81.2 ആവും. ഓക്കെ, ഓർത്ത് വെക്കുക. ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ ഡയോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ് അല്ലേ? 0.7 വോൾട്ട് ആണ് ഒരു സിലിക്കൺ ഡയോഡിന്. ജെർമേനിയത്തിൻ്റെ കേസിൽ അത് 0.3 ആണ്. 0.3 ആണ്, ഓർത്ത് വെക്കുക. ദെൻ അറ്റോമിക് നമ്പർ ഓഫ് ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ചോദിച്ചതാണ്, 32 ആണ്. ഓക്കെ, 32 ആണ് ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാമല്ലേ ജെർമേനിയം എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ 2, 8, 18, ഇപ്പോൾ ഇത്രയും 2, 8, 10, 28, 32 ആവാൻ 4 കണ്ടോ? ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ്. കറക്റ്റ് അല്ലേ? സിലിക്കൺ ജെർമേനിയത്തിൻ്റെ കേസിൽ ഈ രീതിയിൽ ഏറ്റവും ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദി എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഹൈലി ഡോപ്ഡ് കേട്ടോ, ഹെവിലി ഡോപ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? താഴെ പറയുന്നത് സെമി കണ്ടക്ടർ, കോപ്പർ, സിലിക്കൺ. ഓക്കെ, സിലിക്കൺ കിട്ടി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ദെൻ വാട്ട് ഈസ് ദി മെത്തേഡ് ടു ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി ഇൻ എ സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടറിൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഹീറ്റിംഗ്, ഹാമറിംഗ്, ഡോപ്പിംഗ് ഉണ്ട് അല്ലേ? ഡോപ്പിംഗ് ഉണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ദി ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി? ഇലക്ട്രോൺസ് മെജോറിറ്റി ആയിട്ടുള്ളത് ഏതിലാണ്? എന്നിലല്ലേ ഇലക്ട്രോൺസ് കൂടുതലായിട്ടുള്ളത്? പിയിൽ ഹോൾസ് ആണല്ലേ. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് SCR? SCRൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്താണ്? യെസ്, സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടോർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്. ദെൻ വിച്ച് ഡോപ്പിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ? പി ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഡോപ്പിംഗ് മെറ്റീരിയലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോഡില്ലേ, പി ടൈപ്പ്, എൻ ടൈപ്പ്. പി ടൈപ്പിൽ ബിഗ് അലൂമിനിയം, അതിലെ ബിഗിൽ ബി എന്താ? ബോറോൺ, ഇൻഡിയം, ഗാലിയം, അലൂമിനിയം. ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ബോറോൺ ഉണ്ടല്ലോ, ഓപ്ഷൻ എ ആണ്. കണ്ടോ? ആഴ്സനിക്കും ആൻറ്റിമണിയും ഫോസ്ഫറസ് ഒക്കെ എന്താ? യെസ്, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ. അപ്പം ഈ ഒരു ചോദ്യം മിക്കവാറും ഉണ്ടാകും കേട്ടോ. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. യെസ്, അപ്പോൾ ഓക്കെ അല്ലേ? അത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കാണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വയർമാൻ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കിത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്